ഇപ്പോൾ തൃശ്ശൂരിലാണ് അവരുടെ ക്യാമ്പ്. ഒറ്റ ക്യാമ്പാണുള്ളത്. പ്രദേശങ്ങൾക്കനുസരിച്ച് ആവശ്യമായ വിധത്തിൽ നമുക്ക് കൊണ്ടുപോകാവുന്നതാണ്. എല്ലാ ജില്ലകളിലും ഏതെങ്കിലും ഒരു ടീമിന്റെ സഹായം എത്താവുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. NDRFന്റെ ഒരു പ്രശ്നം ഇപ്പൊ 2 ടീമേ ഉള്ളൂ. ബാക്കി 7 ടീം ഈ മാസത്തിന്റെ അവസാനത്തോടു കൂടിയാണ് വരിക. അവർ വരുന്നത് വരെ നമ്മുടെ കയ്യിലുള്ള സംഘങ്ങളെയും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടാർഗറ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. NDRF സംഘം പൂർണ്ണമായി എത്തിക്കഴിഞ്ഞാൽ 9 ജില്ലകളിലേക്കായിരിക്കും അവരെ വിന്യസിപ്പിക്കുക. അത് കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ ജില്ലകളാണ്. കാരണം മറ്റു ജില്ലകളിലേക്ക് ഉദാഹരണത്തിന് CRPF പോലെ ആർമി പോലെ കൊണ്ടുവരാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് അതിലെത്തിച്ചേരാൻ പറ്റാത്ത ഇടങ്ങളിലാണ് NDRFനെ ക്രമീകരിക്കാൻ വേണ്ടി നിശ്ചയിച്ചത്. രാത്രി യാത്രകൾ കഴിയുന്നതും ഒഴിവാക്കണം. ദുരന്ത പ്രദേശങ്ങളിൽ അധിവസിക്കുന്ന ജനങ്ങൾ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ക്യാമ്പുകളിലേക്കോ ബന്ധുവീടുകളിലേക്കോ സർക്കാരിന്റെ നിർദ്ദേശം, റവന്യൂ വകുപ്പിന്റെ നിർദ്ദേശം, തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിർദ്ദേശം ഒക്കെ ലഭ്യമായാൽ ആ ഘട്ടത്തിൽ തന്നെ മാറാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. മുന്നറിയിപ്പുകളുടെ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതും ശ്രദ്ധിക്കണം. അതാത് സമയത്ത് അതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ ഇവിടെ നിന്ന് കൃത്യമായി നൽകുന്നുണ്ട്. ശക്തമായിട്ടുള്ള മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കാനാണ് ഈ നിർദ്ദേശം എല്ലാം പൊതുവായി രേഖപ്പെടുത്താൻ വേണ്ടി വെക്കുന്നത്. ജില്ലാ കളക്ടർമാരുമായിട്ടുള്ള മീറ്റിംഗിൽ എല്ലാ ജില്ലകളിലെയും പ്രത്യേകമായിട്ടുള്ള അവസ്ഥകൾ നല്ലതുപോലെ വിലയിരുത്താൻ അവസരം ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ജില്ലകളിലും, കേരളത്തിലെ 14 ജില്ലകളിലും വർണബിൾ ആയിട്ടുള്ള പ്രദേശങ്ങൾ ഏതൊക്കെ എന്ന് കൃത്യമായിട്ട് പരിശോധിച്ചിട്ടുണ്ട്. വർണബിൾ ആയിട്ടുള്ള പ്രദേശങ്ങൾ മാത്രമല്ല, വർണബിൾ പോപ്പുലേഷനും ഇത്തവണ പ്രത്യേകമായിട്ട് പരിശോധിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു പ്രദേശം വർണബിൾ ആയാൽ ആ പ്രദേശത്തിൽ നിന്ന് ഒരു അപകടം ഉണ്ടായാൽ എത്ര പേരെ എവിക്ഷന് വിധേയമാക്കേണ്ടി വരും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കണക്കും, അങ്ങനെ വന്നാൽ അവരെവിടേക്ക് പോകണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള സൂചനകളും ഇതിനകം തയ്യാറാക്കി നൽകിയിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് യോഗം നടക്കുമ്പോൾ 3950 ക്യാമ്പുകൾ വേണ്ടി വന്നാൽ ആരംഭിക്കാനുള്ള മുൻകരുതൽ നടത്തിയിട്ടുണ്ട്. 2 ക്യാമ്പുകളെ ഇപ്പൊ ആരംഭിക്കേണ്ടി വന്നിട്ടുള്ളൂ. പക്ഷെ 3950 ക്യാമ്പുകളിലായി 5,29,539 പേരെ വരെ പാർപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാവുന്ന വിധത്തിലുള്ള ഒരുക്കങ്ങൾ നടത്തി അതിനു വേണ്ടിയിട്ടുള്ള ക്യാമ്പുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ക്യാമ്പുകളിലെല്ലാം റവന്യൂ വകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും ഉദ്യോഗസ്ഥന്മാർ പ്രത്യേക ചുമതലക്കാരായി നിശ്ചയിക്കപ്പെടണമെന്നും അവരുടെ നേതൃത്വത്തിൽ ആ പ്രവർത്തനങ്ങൾ നടത്തണം എന്നും നിശ്ചയിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.